നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മന്ത്രവാദവും പൂജയും ചെയ്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ച CPM പ്രാദേശിക നേതാവിനെ രക്ഷിക്കാൻ നീക്കം. CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും AKG സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റും പാട്യം സഹകരണ ബാങ്ക് ഡയറക്ടറുമായ ചെറുവാഞ്ചേരിയിലെ മഹേഷ് പണിക്കരെ കേസിൽ സഹായിക്കാനും പോലീസിൽ സ്വാധീനിക്കാനും നീക്കങ്ങൾ നടക്കുകയാണ്. കണ്ണൂർ കണ്ണവത്തായിരുന്നു വനവാസിയായ പെൺകുട്ടിക്ക് ആഭിചാരക്രിയകളും മന്ത്രവാദവും നടത്താൻ മഹേഷ് പണിക്കർ ചെയ്യുന്നത്. പെൺകുട്ടിയെ കടന്നുപിടിച്ച് ആക്രമിച്ചതോടെ വാവിട്ട് നിലവിളിയുയർന്നു. തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാരും വീട്ടുകാരും മന്ത്രവാദിയായ രാഷ്ട്രീയക്കാരനെ ശരിക്കും പന്നിക്കിടുകയായിരുന്നു. പന്നിക്കിട്ട് അവശനിലയിലായ രാഷ്ട്രീയക്കാരനെ നാട്ടുകാർ തന്നെ ആശുപത്രിയിലാക്കി. തുടർന്ന് പോലീസിലും അറിയിച്ചു. ഈ രാഷ്ട്രീയ നേതാവായ മന്ത്രവാദിയെക്കുറിച്ച് നാട്ടുകാർക്കിടയിൽ പറയുന്നത് ഇയാളൊരു കുമ്പിടിയാണെന്നാണ്. പകൽ അലക്കി തേച്ച് ഒരുങ്ങിയിറങ്ങുന്ന രാഷ്ട്രീയക്കാരൻ. രാത്രി അയാൾ സൈഡ് ബിസിനസ്സും മന്ത്രവാദവും പൂജയും എന്നും സംസാരമുണ്ട്. ഇയാൾ കുമ്പിടിയെ പോലെയാണെന്നും പകൽ പാർട്ടി പരിപാടികളും രാത്രിയിൽ വേറെ പരിപാടികളാണെന്നും വിമർശനം ഉയരുന്നുണ്ട്. പ്രദേശത്ത് ആഭിചാരത്തിനെത്താറുള്ള മഹേഷ് ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം 5-ന് പെൺകുട്ടിയുടെ വീട്ടിലെത്തിയതും പീഡിപ്പിക്കാൻ ശ്രമിച്ചതും. ഇവിടെ ആദിവാസികൾ മുത്തപ്പനെയും മലക്കാരിയെയുമാണ് ആരാധിക്കുന്നത്. ഇത് മുതലെടുത്ത മഹേഷ് ഇവിടെയുള്ളവരിൽ ആഭിചാരം അടിച്ചേൽപ്പിക്കുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. പലർക്കും ഇയാളുടെ പ്രവൃത്തിയിൽ അമർഷവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മദ്യപിച്ച പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ ഇയാൾ പൂജ നടത്തുന്ന മുറി പാതി അടച്ച ശേഷം പെൺകുട്ടിയെ കയറി പിടിക്കുകയായിരുന്നു. അവൾ ബഹളം വെച്ചതോടെയാണ് നാട്ടുകാർ ഓടിക്കൂടിയതും ഇയാളെ കൈകാര്യം ചെയ്തതും. മർദ്ദനത്തിൽ പരിക്കേറ്റ മഹേഷ് തലശ്ശേരിയിലെ സഹകരണ ആശുപത്രിയിലാണിപ്പോൾ. ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് സൂചന. എന്നാൽ ഇക്കാര്യത്തിൽ പോലീസിൽ നിന്നും വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഇയാളെ രക്ഷിക്കാൻ പാർട്ടി തലത്തിൽ തന്നെ തിരക്കിട്ട നീക്കം നടക്കുന്നുവെന്നാണ് സൂചന. ആദിവാസികൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ യോഗം വിളിച്ച് ഇത്തരം അനാചാരങ്ങൾക്ക് കടന്നുവരുന്നവർക്കെതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടാകുമെന്നാണ് അറിയുന്നത്. ഇതിനിടയിൽ 17-കാരിയുടെ പരാതിയിൽ പ്രതിക്കെതിരെ പോക്സോ നിയമവും ചുമത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.